ഹായ് എവരിവൺ. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ. ഇത് കുറയ്ക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നോക്കാം. കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് നമ്മൾ കഴിക്കുന്ന എണ്ണയിൽ നിന്നോ കൊഴുപ്പിൽ നിന്നോ മറ്റുമല്ല, അതിനുപരി നമ്മൾ അമിതമായി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ്. സോ നമ്മുടെ ആഹാരത്തിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് മാക്സിമം കുറയ്ക്കുക. പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഗുഡ് കൊളസ്ട്രോൾ ലെവൽ കൂട്ടുന്ന ആഹാരങ്ങൾ കഴിക്കുക. പിന്നീട് നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പതിയെ ദഹിക്കുന്ന ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നമ്മുടെ ശരീരത്തിൽ അമിതമായി വന്നു ചേരുന്ന ഊർജ്ജം കൃത്യമായി വ്യായാമത്തോടെ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. സോ കൊളസ്ട്രോൾ ലെവൽ കൂടിയിരിക്കുന്ന ഒരാള് ഭക്ഷണത്തിൽ എങ്ങനെയെല്ലാം ക്രമീകരിക്കണം എന്ന് നമുക്ക് നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർക്ക് അരിയും കൊണ്ടുണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് പകരം ഗോതമ്പും കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിക്കാം. പിന്നീട് പയറ്, അതുപോലെ കടല പോലുള്ളവ പുഴുങ്ങിയിട്ട് ചെറിയ ചൂടോട് കഴിക്കാൻ നല്ലതാണ്. അതുപോലെ സോലബിൾ ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഓട്സ് വന്നിട്ട് കാച്ചി കഴിക്കാതെ അത് നമ്മൾ ഉപ്പുമാവിട്ടോ പുട്ടായിട്ടോ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ മുട്ടയുടെ വെള്ള എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. മുട്ടയുടെ മഞ്ഞ ആഴ്ച 2-3 ദിവസം കഴിക്കുന്നത് നല്ലതാണ്. ഫ്രൂട്ട്സ് ലൈക്ക് ഓറഞ്ച്, അവക്കാഡോ, നട്ട്സ് ലൈക്ക് കാഷ്യൂനട്ട്, ബദാം, വാൾനട്ട് എന്നിവ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിശക്കുമ്പോൾ ഗ്രീൻ ടീ കുടിക്കാം. അതിന്റെ ഒപ്പം തന്നെ നട്ട്സും മറ്റും കുതിർത്ത് കഴിക്കാം, അല്ലെങ്കിൽ സാലഡ്സ് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് 2 ചപ്പാത്തി വിത്ത് വെജിറ്റബിൾസ് കഴിക്കാം, അല്ലെങ്കിൽ തവിടുള്ള കുത്തരി, ഇതിന്റെ ഒപ്പം തന്നെ വെജിറ്റബിൾസും സാലഡ്സും, അതുപോലെ ചെറുപയർ, തുവരപ്പയർ പോലുള്ള പയറ് കറികളോ അല്ലെങ്കിൽ മീനോ ചിക്കനോ വന്നിട്ട് കറി വെച്ച് കൂട്ടുകയോ ചെയ്യാം. ആഹാരത്തിന് ശേഷം 1 ഗ്ലാസ് മോരുവെള്ളം കുടിക്കുകയും ചെയ്യാം. ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ഇതിൽ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് വാല്യൂ ഉള്ള ആഹാരങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം തന്നെ. അതുപോലെ ഇതിൽ ധാരാളം പ്രോട്ടീനും അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഗുഡ് കൊളസ്ട്രോൾ ലെവൽ കൂട്ടാനും സഹായിക്കുന്നു. പിന്നീട് ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് നട്ട്സ് കുതിർത്തിട്ട് കഴിക്കാം. ചായ അല്ലെ കാപ്പി മാക്സിമം പാലും പഞ്ചസാരയും ഉപയോഗിക്കാതെ കുടിക്കാൻ ശ്രദ്ധിക്കാം. ഡിന്നർ ഒരു 7 മണിക്ക് മുമ്പായിട്ട് കഴിക്കുക. അത് വന്നിട്ട് മാക്സിമം ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. പേരയ്ക്ക, പപ്പായ പോലുള്ളവ കട്ട് ചെയ്ത് ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കാം. പിന്നീട് മാക്സിമം ആഹാരത്തിൽ നിന്നും ഫ്രൈഡ് ആയിട്ടുള്ള, പ്രോസസ്ഡ് ആയിട്ടുള്ള, അതുപോലെ ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ബേക്കറി ഐറ്റംസ്, റെഡ് മീറ്റ്സ്, അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം, മൈദ, വെളുത്ത അരിയുടെ ഉപയോഗം, കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.